ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് കൂൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പയ്യൻ കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങിയ കൂണാണ്. നല്ല ഫ്രഷ് കൂണാണ്, നല്ല ടേസ്റ്റുമാണ്. കൂൺ അല്പനേരം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വയ്ക്കുക. ഒരു 10 മിനിറ്റ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കണം. അതിനെന്തെങ്കിലും വിഷാംശമോ ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത്, കുറച്ച് സവാള, ഒരു സവാള ഉള്ളി അരിഞ്ഞത്, 2-3 പച്ചമുളക് ഇത്രയും അരിഞ്ഞ് വെക്കണം. പിന്നെ നല്ല തേങ്ങ തിരുമ്മി വെച്ചിരുന്നാൽ മാത്രം മതി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് കടുക് വറുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി സവാളയും കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്താൽ മതി. ആ പച്ച മണം മാറുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കൂൺ വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൂൺ ഇട്ട് കൊടുക്കുന്നതാണ്. കൂൺ വിഭവങ്ങളിൽ ഇപ്പോൾ തീയലുണ്ടാക്കാം, വറുത്തരച്ച് തീയലുണ്ടാക്കാം, അതുപോലെ തേങ്ങ പച്ച അരച്ച് കൂൺ കറി വെക്കുന്നവരുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് കൂണും ഇട്ടിട്ട് അങ്ങനെ ഒരു കറി വെക്കാം. എല്ലാം ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ കൂൺ കറി വെക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് കൂടുതൽ സമയം ചെയ്തിട്ടുള്ളത്. പിന്നെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കൂണിനുള്ള തനതായ രുചി പോയത് കണക്കാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇതേപോലെ കൂൺ അരിഞ്ഞ് വെച്ചത് നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി വഴറ്റി വെച്ച് ആ ഉള്ളിയുടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കൂണിനധികം വേവില്ലല്ലോ, ആ സമയം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിട്ടാൽ ചിലപ്പോൾ ഈ കൂണങ്ങ് താന്നു പോകുമ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് കൂണൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഈ അടച്ചു വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നത് തന്നെ ഒരുപാട് ഇട്ട് ഇളക്കി അത് ഉടഞ്ഞു പോകും കൂണ്. അതുകൊണ്ട് പതുക്കെ ഇളക്കുകയേ ചെയ്യാവുള്ളൂ. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങും. ആ വെള്ളം വെച്ചാണ് അത് വേവേണ്ടത്. അല്ലാതെ നമ്മൾ സ്പെഷ്യൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ചോറിനോടൊപ്പം അതുപോലെ ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കൂണ്. ധാരാളം ഫൈബർ കണ്ടൻ്റ് ഉള്ളതാണ്, പ്രോട്ടീൻ ഉള്ളതാണ്. മഷ്റൂം കറി എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഹെൽത്തിന് വളരെ നല്ല കറിയാണ്. അപ്പോൾ കൂൺ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പ്രകൃതിദത്തമായ കൂണിൻ്റെ അതേപോലത്തെ ടേസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. എങ്കിലും ഇതിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ആവി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പച്ചത്തേങ്ങ തിരുമ്മി വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കണം ചെറുതായിട്ട്. ഒരുപാടിട്ട് ചതയ്ക്കൊന്നും വേണ്ട. അതിനുശേഷം അതിലേക്ക് അല്പം നമ്മുടെ ഇറച്ചി മസാല ഉണ്ടല്ലോ, കറി മസാല പൊടിച്ചത് ഒരു നുള്ള്, ഒരുപാട് ഇടണ്ട, അത് ചവയ്ക്കും. അതിന് ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെക്കണം. അടച്ച് വെക്കുന്നത് ഈ തേങ്ങയിലേക്ക് ഇതിൻ്റെ എരിയും അതുപോലെ ആ രുചിയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല എളുപ്പമായിട്ട് സിമ്പിളായിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചത്. എല്ലാവർക്കും ഒന്ന് അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ. ഉള്ളി മാത്രം ഒന്ന് അരിയുന്ന പാടേ ഉള്ളൂ. മഷ്റൂമൊക്കെ എളുപ്പമാണല്ലോ അരിയുന്നതിന്. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. അന്നേരം കൂണൊക്കെ കിട്ടുമ്പോൾ, ഇപ്പോൾ ഈ കൂണ് തന്നെ നമുക്ക് എണ്ണപ്പനയിൽ നിന്ന് നല്ല എണ്ണപ്പന കൂണുണ്ട്, അത് കിട്ടും. അല്ലെങ്കിൽ സാധാരണ കൂണ് വാങ്ങിക്കാൻ കിട്ടും. ബട്ടർ കൂണുണ്ട്, അങ്ങനെ പല സൈസ് കൂണുണ്ട്. ഏത് കൂണ് വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ വെന്തിരിപ്പുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നീട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. നമ്മുടെ കൂൺ കറി റെഡി. ഒന്നും അധികം മസാലകളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂൺ കറിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും കൂൺ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പല രൂപത്തിൽ നമുക്ക് കൂൺ ചെയ്യാം, എങ്കിലും ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം എല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കലത്തെ കറി ബസുമതി അരിയുടെ ചോറ്,
കൂൺ തോരൻ, നെത്തോലിക്കറി ഇതൊക്കെയായിരുന്നു. പിന്നെ പുളിശ്ശേരി.